ഇന്ത്യൻ സിനിമ കാത്തിരുന്ന ആ ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ചിത്രത്തിന് മേളിൽ അങ്ങനെ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആകെ എക്സ്പെക്റ്റേഷനുള്ള രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു ചിത്രത്തിൽ യശാണ് രാവണനായി എത്തുന്നത്. പിന്നെ 4000 കോടി രൂപ ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന ഒരു പടമാണെന്ന് അറിഞ്ഞപ്പോൾ ആ 4000 കോടി രൂപയ്ക്ക് എന്തായിരിക്കും ഈ ഒരു പടത്തിൽ ഇതിന് മാത്രം വിഷ്വലി കാണിക്കാൻ പോകുന്നതിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു ആകെ എനിക്ക് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ അത് മൊത്തം പോയി. കാരണം ഒരു 4000 കോടി രൂപ ബഡ്ജറ്റിന് വരാനിരിക്കുന്ന VFX പരിപാടികളൊക്കെ തന്നെയാണോ അവർ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം ഏത് രീതി ഇപ്പോൾ അതിൻ്റെ യഷിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ കാണിച്ചാൽ പോലും അത് ഏത് രീതിയിൽ എത്തുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ടീസർ വേറെ ട്രെയിലർ വേറെ. കാരണം ആ രീതിയിൽ എക്സ്പെക്റ്റേഷന് പീക്കി കൊണ്ടുപോയി നിർത്തിയ പോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി വിഷ്വൽ ക്വാളിറ്റി ഒക്കെ തന്നെ കിടിലമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഈ രീതിയിലുള്ളൊരു ഔട്ട് കിട്ടുമെന്ന്. കാരണം ആ ഒരു ട്രെയിലറിലൊക്കെ തന്നെ ചില സീൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് പൈസ പോയി അല്ലെങ്കിൽ അവർ വെറുതെ കാശ് മുടക്കി എടുത്തൊരു പടം പോലെ ആയത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ്. ആ ഒരു കളർ ഗ്രേഡിങ് ആയാലും ഓരോ VFX ഷോട്ടുകളൊക്കെ തന്നെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര രീതിയിൽ ഇവർ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ. കാരണം ആ ലെവലിൽ ഈ ഒരു പടം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 4000 കോടി രൂപയുടെ പടത്തിന് ഈ ഒരു ഔട്ട് കിട്ടിയില്ലെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം ഏകദേശം 2000 കോടി ഫസ്റ്റിനും സെക്കൻഡ് പാർട്ടിന് 2000 കോടി ആ രീതിയിലായിരിക്കും കൂടുതൽ എടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ നായകനെത്തുന്ന രൺബീർ കപൂർ, പുള്ളി രാമൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ആസ് എ പെർഫോമർ പുള്ളിയുടെ കിടില ഔട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിനെ ഒരു പെർഫെക്റ്റ് കാസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്ന സീത, അത് സായി പല്ലവി തന്നെ അത്യാവശ്യം കിടിലൻ രീതിയിൽ തന്നെ അവരുടെ ഒരു കെമിസ്ട്രി ഒക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിനിമയായിട്ട് വരുമ്പോൾ അത്യാവശ്യം കിടിലൻ ഒരു ഔട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇറക്കിയ ബഡ്ജറ്റിനുള്ളതൊക്കെ തന്നെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില സിനിമകളിലൊക്കെ തന്നെയാണ് ഇറക്കിയ ബഡ്ജറ്റിൻ്റെ പകുതിയുടെ പകുതി പോലും കിട്ടാതിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മിക്കവർക്കും മനസ്സിലാവും ആദിപുരുഷൻ എന്ന ചിത്രത്തെ പറ്റിയാണെന്ന്. കാരണം എന്ന് പറഞ്ഞൊരു 600 കോടി രൂപയുടെ പടത്തിന് ഒരു 10 കോടി രൂപയുടെ VFX കൊടുത്ത പോലായിരുന്നു അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീടാണ് ഈ ഒരു പടത്തിനൊക്കെ തന്നെ ആയാലും രാമായണത്തെ ബേസ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ഔട്ട് കൊടുക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഈ ഒരു പടത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാൻസ് സിമ്മറിൻ്റെയും എ റഹ്മാൻ്റെ കോമ്പിനേഷനുള്ള മ്യൂസിക് വർക്കുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. വിഷ്വലി ഒരു കിടിലൻ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു ട്രെയിലർ തന്നെയായിരുന്നു. പിന്നെ 1 and 2 യാഷിനെ കാണാൻ വേണ്ടി മാത്രം ഈ ഒരു പടത്തിന് പോയാലും അത് വെർത്താണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിനെ KGF ശേഷം മറ്റൊരു പടത്തിലും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ രാമായണ ചിത്രത്തിൽ യാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റേത് ക്യാരക്ടർ വന്നാലും ഞാൻ ചെയ്യത്തില്ല, പക്ഷേ രാവണൻ എന്ന ആ ഒരു ക്യാരക്ടർ തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന്. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ഓറയും തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അത് കൂടാതെ തന്നെ പുള്ളി ഒരു വില്ലൻ ക്യാരക്ടറിലും കൂടെ എത്തുമ്പോൾ ഏത് രീതിയിൽ ഔട്ട് കൊടുക്കുമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം പുള്ളി കിഡിലുമാണ് ഈ ഒരു പടത്തിൽ. എനിക്ക് അതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് യാഷിന് വേണ്ടി യാഷിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പടത്തിൽ ഇത്രയും എക്സൈറ്റ്മെൻറ്റും കാത്തിരിക്കാനുള്ള മെയിൻ കാരണം യാഷിൻ്റെ ഏത് ലെവലിൽ ഇപ്പോൾ KGF ശേഷം പുള്ളിയുടെ മറ്റൊരു പടത്തിലെ പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ആസ് എ വില്ലൻ ക്യാരക്ടറൊക്കെ വരുമ്പോൾ പുള്ളി ഏത് രീതിയിൽ ഈ ഒരു പടത്തെ ഡിമാൻഡ് അല്ലെങ്കിൽ ഏത് ലെവലിലോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു കാണാനുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ രൺബീർ കപൂറും യാഷുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ സെക്കൻഡ് പാർട്ടിലെ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് കൺഫേം ആക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എങ്കിലും യാഷ് എന്തായാലും ഈ ഒരു പടത്തിൽ അത്യാവശ്യം നല്ല പോർഷൻസിൽ എത്തുമെന്ന് ആ ഒരു ട്രെയിലർ വഴി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് വേണ്ടിയുള്ള എക്സ്പെക്റ്റേഷനൊക്കെ പീക്ക് ലെവലായിട്ടുണ്ട്. എനിക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് ചെയ്യുന്ന ചിത്രമാണ്. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴാണ് ഭയങ്കര രീതി എക്സൈറ്റ്മെൻറ്റും അത്യാവശ്യം നല്ല ഹോപ്പും പ്രതീക്ഷയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രെയിലർ കണ്ട് ഒരു സിനിമ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ ഒരു പടം എടുത്ത് വെക്കേണ്ട മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വിഷ്വലി അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കിടിലം സ്റ്റോറി ടെല്ലിങ്, നല്ല എൻഗേജിങ് ആയിട്ട് ഈ ഒരു പടം കൂടി എടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ വിജയം തന്നെ കിട്ടും. ഇപ്പം നമ്മൾ വിചാരിച്ചിട്ടുള്ളത് രാജമൗലിയെ പോലെ ഒരു ഡയറക്ടറിനായിരിക്കും ഇതുപോലൊരു ബ്രഹ്മാണ്ഡ ചിത്രമൊക്കെ ചെയ്ത് നല്ലൊരു ഔട്ട് കൊണ്ടുവരാൻ പറ്റുക എന്ന് പലവരും അന്ന് വാരണാസി ചിത്രത്തിൻ്റെ ഗ്ലിംസ് കണ്ടിട്ട് ഇപ്പോൾ രാമായണ ടീസർ കണ്ടിട്ട് പലവരും വിമർശിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവർക്കും ഈ ഒരു ട്രെയിലർ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് ഈ ഒരു ട്രെയിലർ കട്ട് പരിപാടിയായാലും വിഷ്വൽസ് പരിപാടിയൊക്കെ തന്നെ ആയാലും അവർ എടുത്തു വെച്ചിട്ടുള്ളത്. വലിയൊരു സ്കെയിലിൽ വരുന്ന ചിത്രമാണെന്ന് പറഞ്ഞാലും അതിനെ എടുത്തു വെക്കുന്ന രീതിയും കൂടെ നല്ല പ്രോപ്പർലി വന്നില്ലെങ്കിൽ പടത്തിന് അത് ഭയങ്കര തന്നെ അഫക്റ്റ് ചെയ്യും. കാരണം ലാഗ് അടിപ്പിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് അല്ലാത്ത സ്റ്റോറി ടെല്ലിംഗ് ആയാലും അത് പടത്തിന് ഭയങ്കര തന്നെ മോശമാകും. ബട്ട് ആസ് എ പെർഫോമൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഈ ഒരു പടത്തിലുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പടത്തിന് കിടില ഔട്ട് തന്നെ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് നേരത്തെ വന്നിട്ടൊരു ഡൗട്ടായിരുന്നു, ഈ ഒരു പടത്തിനൊക്കെ 2000 കോടിയൊക്കെ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ 4000 കോടിയൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന്. ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അവർ 2000 കോടിയൊക്കെ റിക്കവർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലൂടെ ഏകദേശം പടം മൊത്തത്തിൽ പ്രോഫിറ്റ് ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിന്നും ഒരു കിടിലൻ രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയാൽ ഈ ഒരു ചിത്രത്തിന് ഒരു കിടിലൻ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഏകദേശം ഉറപ്പായിട്ടൊരു കാര്യം തന്നെയാണ്. ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ട്രെയിലർ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹോപ്പും ഹൈപ്പും ഒക്കെ തന്നെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് ഈ ഒരു ദീപാവലി റിലീസാണ് ഈ ഒരു പടം ടാർഗറ്റ് ചെയ്തത്. ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന രീതിയിൽ
രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പടത്തെ ജഡ്ജ് ചെയ്യാൻ രീതിയിൽ കിടിലം ഒരു ട്രെയിലറൊക്കെ തന്നെ ചിത്രത്തിൻ്റെ ടീമായാലും പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.